ഹലോ എവ്രി വൺ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് മാറാനാഥ. ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ വളരെ കാഷ്വലായിട്ട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. യുനോ ഞാൻ ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ അറിയാം, നമ്മുടെ ലോകത്ത് നടക്കുന്ന ഇപ്പം കൊറോണ വൈറസ് COVID-19 ആ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാൻഡമിക് അല്ലേ. അപ്പോൾ അത് നമുക്ക് വളരെ നമുക്ക് കൺട്രോൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലല്ലല്ലോ അല്ലേ. നമ്മളെക്കൊണ്ട് കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളല്ല. ഓഫ് കോഴ്സ് ഹാൻഡ് വാഷിങ് ആൻഡ് ഓൾ. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ ആ അസുഖത്തെ നമുക്ക് കൺട്രോൾ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് ഇപ്പോൾ ഇറ്റലി തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ 600 സംതിങ് ഡെത്ത് റീസെൻ്റ്ലി ഒരു within 24 hours. സോ അങ്ങനത്തെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നോബഡി ക്യാൻ കൺട്രോൾ ഇറ്റ്. അത് അങ്ങനെ നടക്കുന്ന കാര്യങ്ങളാണ്. ഈവൻ ദ സ്റ്റേറ്റ് ദാറ്റ് ഐ ലിവ്, ഞാൻ ജോർജിയയിലാണ്. അപ്പം ഇന്നലെ 290 സംതിങ് ആണെങ്കിൽ ഇന്ന് 400 സംതിങ് ഓൾമോസ്റ്റ് ഡബിൾ the number of cases, and 13 deaths so far today. അപ്പോൾ അങ്ങനെ ഉള്ള അങ്ങനെ ലോകം എവിടെയും നമ്മൾ നോക്കുവാണെങ്കിൽ the situation is really bad. മനുഷ്യന് എല്ലാവരും കൺഫ്യൂസ്ഡ് ആണ്. എന്താണ് ചെയ്യാൻ പറ്റുന്നത്? എല്ലാ കാര്യങ്ങളും തല കീഴായിട്ട് മാറുകയാണ് അല്ലേ. നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തൊരു കാര്യമല്ല ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. നമ്മുടെ ഒന്നും എക്കോണമി താഴോട്ട് പോകുന്നു. അങ്ങനെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ വേൾഡ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞത്, ഐ ആം എ ഹെൽത്ത് കെയർ വർക്കർ. ഞാൻ നേഴ്സാണ്. ഐ വർക്ക് ഇൻ എ ഡയാലിസിസ്, മാനേജ് ടു ഡയാലിസിസ് യൂണിറ്റ്. അപ്പം ഇങ്ങനെ ഹെൽത്ത് കെയർ വർക്കേഴ്സ് നമ്മളെല്ലാം ഒരു അൺഎക്സ്പെക്റ്റഡ് ഒരു സിറ്റുവേഷനിലാണ് ജോലി ചെയ്യുന്നത്. നമുക്കറിയത്തില്ല നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന പേഷ്യൻസിനുണ്ടോ എന്നറിയത്തില്ല. സോ നമ്മളെല്ലാം എക്സ്പോസ്ഡ് ആണ്, അറ്റ് റിസ്ക് ആണ്. കോഴ്സ് അത് കുറ്റം പറയല്ല. നമ്മൾ ഈ ജോലി എടുത്തപ്പോൾ നമ്മളെല്ലാം റിസ്ക് ഇൻവോൾവ് ആണ്. നമ്മൾ നഴ്സിംഗ് ആണെങ്കിലും ഡോക്ടർ, നേഴ്സ് പ്രാക്ടീഷണർ, നമ്മളെല്ലാവരും ദാറ്റ്സ് പാർട്ട് ഓഫ് അവർ ജോബ്. നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ ഹെൽത്ത് കെയർ എസ്പെഷ്യലി എവ്രിബഡി എല്ലാവരെയും ഓർക്കുക. പക്ഷേ എസ്പെഷ്യലി ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുക. എനിക്കത് നിങ്ങളോട് അപേക്ഷിക്കുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി. കാരണം ഞാൻ എവിടെ ഞാൻ കാണുന്നുണ്ട് വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ പറ്റുന്നവർക്ക് ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് എ ഗുഡ്. നിങ്ങൾക്ക് അത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഈവൻ ഐ ഹാവ് ഓപ്ഷൻസ്, ബട്ട് ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻസിന് ഐ ട്രൈ ടു ഗോ. ഞാൻ പോയി പേഷ്യൻസിനെ കാണാനും പിന്നെ സ്റ്റാഫിനെ കാണാനൊക്കെ ഞാൻ ശ്രമിക്കുക. എന്നെക്കൊണ്ട് പരമാവധി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഡൗൺ ആയിപ്പോയാൽ അവരും ഡൗൺ ആയിപ്പോകും. സോ പരസ്പരം സപ്പോർട്ട് ചെയ്യാനും ഒക്കെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നു. അങ്ങനെ ജനറലി ഉള്ളവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ പ്രത്യേകം നിങ്ങൾ ഓർക്കുക. എസ്പെഷ്യലി നിങ്ങളുടെ ഫാമിലിയിലൊക്കെ ഒത്തിരി പേര് കാണുമായിരിക്കുമല്ലോ. അവരെ പേരുപേരായി അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. അവരെല്ലാം എടുക്കുന്ന ഒരു റിസ്ക് ഉണ്ട്. അവരെല്ലാം തിരിച്ച് അവരുടെ ഫാമിലിയിലോട്ടാണ്. ഐ ഹാവ് 2 സ്മോൾ കിഡ്സ് അറ്റ് ഹോം. നിങ്ങളൊക്കെ വീട്ടിൽ നിങ്ങളുടെ ഫാമിലിയുടെ അടുത്തോട്ട് പേഷ്യൻസിനെയൊക്കെ ട്രീറ്റ് ചെയ്തിട്ട് പോകേണ്ടി വരാണ് അല്ലേ. അപ്പോഴാണ് ഞാൻ പ്രത്യേകം എല്ലാവരെയും പേരുപേരായി ഓർത്ത് പ്രാർത്ഥിക്കുക. അവരുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാവരും സേഫായിട്ട് ഇരിക്കുവാൻ വേണ്ടി ഇതിനൊരു ശമനം വരണം അല്ലേ. അതിന് എല്ലാവരും പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കുക. ചിലപ്പോൾ ഈ പേഷ്യൻസൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ഡയാലിസിസിൽ ജോലി ചെയ്യുന്നത് ഓൾറെഡി അവരുടെ ഇമ്മ്യൂണിറ്റി കോംപ്രമൈസ്ഡ് ആണ്. എന്നിട്ട് അവർ എല്ലാവർക്കും ഒരു കൺസേൺ ആണ്, എല്ലാവർക്കും പേടിയാണ് എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ അവരോട് ഇപ്പോൾ അതിനൊക്കെയുള്ളൊരു അവസരമാണ് കിട്ടുന്നത്. അവരോടൊക്കെ സംസാരിക്കാനും ഷെയർ ചെയ്യുവാനും. ഈവൻ സ്റ്റാഫ് അവർ എല്ലാവരും കൺസേൺഡ് ആണ്. അവരെയൊക്കെ ആശ്വസിപ്പിക്കാനും എല്ലാം ലിങ്ക് ചെയ്ത് അവസാനം ദൈവത്തിലേക്ക് അവരെ എത്തിക്കുവാനൊക്കെയുള്ള സംസാരങ്ങൾ ഒരുപാട് സംസാരിക്കാനൊക്കെ ദൈവം ഇടയാക്കുന്നു. അപ്പോൾ ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കാമെന്ന് എല്ലാവരെയും ഓർത്ത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമാണ്. പ്രാർത്ഥനയിൽ ഓർക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ നടക്കുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പം എന്നെ കേൾക്കുന്നത് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടായിരിക്കും ദൈവമില്ല എന്നല്ലേ. അല്ലെങ്കിൽ ചിലരെങ്കിലും വിചാരിക്കും സയൻസാണ് എല്ലാം എന്ന് വിചാരിക്കും അല്ലേ. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഹെൽത്ത് കെയർ സിസ്റ്റം
യു എസ് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും നല്ല ഹെൽത്ത് കെയർ സിസ്റ്റം ഉള്ള ഒരു രാജ്യമാണ്. എന്നാൽ ഇപ്പോൾ യു എസിൽ പോലും കൺട്രോൾ ചെയ്യാൻ മേലാത്ത ഇതൊന്നും ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഈ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് കൺട്രോൾ ഒത്തിരി കാര്യങ്ങൾ ഹെൽപ്ഫുൾ, ഒത്തിരി റിസോഴ്സസ് ഉണ്ട്, ഹെൽപ്ഫുള്ളാണ്. പക്ഷേ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എല്ലാത്തിനും കൺട്രോൾ ചെയ്യാനുള്ള ഒരാൾ മാത്രമേ നമ്മുടെ സൃഷ്ടികർത്താവ്, നമ്മുടെ ദൈവത്തിന് മാത്രമേ ഈ കാര്യങ്ങളുടെ മേലുള്ള കൺട്രോൾ ഉള്ളൂ. അപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ ദൈവമില്ലെന്ന് പറഞ്ഞവരുണ്ടോ? ഇപ്പോൾ ഈ സയൻസിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ടെക്നോളജിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്നും കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങൾ. ഇപ്പോൾ വാക്സിൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഓക്കെ, റിസർച്ച് ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെ വാക്സിൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ തന്നെ ലെറ്റ്സ് സേ 12 months അതിനൊരു ടൈം പീരീഡ് ഉണ്ടല്ലേ, അതിന് മുന്നായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ടൈം പീരീഡിനെല്ലാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അറ്റ് റിസ്ക്. ഇപ്പോൾ എന്തോ ട്രീറ്റ്മെൻ്റ് ഉള്ള സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ്സ് മാത്രമല്ല ഉള്ളത്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. അപ്പം ദൈവം ഇല്ലെന്ന് പറഞ്ഞവരോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്, ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുവാണെങ്കിൽ എവിടെ നോക്കുവാണെങ്കിലും ആൾക്കാരൊക്കെയും പറയുന്നതെന്ന് വെച്ചാൽ ദൈവം അറിയാതെ ഒന്നുമല്ല സംഭവിക്കുന്നത്, ദൈവത്തിലേക്ക് തിരിച്ചു പോകാം, ദൈവത്തെ നിങ്ങൾ അറിയണമെന്നുള്ള ആ ഒരു മെസ്സേജ് നിങ്ങൾ കൂടെ കേൾക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. കാരണം ഇത് എന്ത് വേണമെങ്കിലും നമുക്ക് ഓരോരുത്തർക്ക് സംഭവിക്കാം. പക്ഷേ ഇപ്പോൾ നാളെ എനിക്കിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ആശ്വസിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇനി മരിച്ചു കഴിഞ്ഞാൽ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലാണ് ഞാൻ എൻ്റെ ആത്മാവ് കർത്താവിലേക്ക് ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എനിക്കൊരു നിത്യജീവനുണ്ട് സ്വർഗത്തിൽ, അതിലെനിക്ക് ആശ്വാസമുണ്ട്. പക്ഷേ നമുക്ക് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യാശയില്ലെങ്കിൽ, നിങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടി, നിങ്ങൾ സൃഷ്ടികർത്താവിനെ കണ്ടുമുട്ടാൻ ദൈവം തരുന്ന ഓരോ അവസരങ്ങളാണെങ്കിലോ ദൈവം, കാരണം ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും, യേശു മാത്രം കർത്താവെന്ന് പറയുന്ന ഒരു നിമിഷം വരും. എല്ലാ മുട്ടും കർത്താവിന് മുന്നിൽ മടങ്ങുന്ന ഒരു ദിവസം വരും. അപ്പോൾ അത് വളരെ അടുത്തിരിക്കുന്നു. റെവലേഷനിലൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ വായിക്കുമ്പോൾ വൺ വേൾഡ്, വൺ കറൻസി, വൺ വേൾഡ് കറൻസി, വൺ വേൾഡ് ലീഡർ. അപ്പം ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഞാൻ റെവലേഷൻ വിശ്വസിക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെ കണക്റ്റഡ് ആവും എന്നുള്ളതൊക്കെ. പക്ഷേ ഇപ്പോഴും ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇറ്റ്സ് കണക്റ്റിങ്, എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ റെവലേഷനിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയും സംഭവിക്കാൻ ഇരിക്കുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ എന്നെ പുച്ഛിച്ച് തള്ളാമായിരിക്കാം നിങ്ങൾ പറയും, പക്ഷേ ഇതൊക്കെ നടക്കുന്ന കാര്യം നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് എന്താ നഷ്ടം? ഞാനിപ്പോൾ ഒരു അജണ്ടയുടെ പേരിലല്ല ഞാൻ സംസാരിക്കുന്നത്, ഒരു സഭയിലോട്ട് ചേർക്കാൻ ഒന്നുമല്ല. നിങ്ങളെ സൃഷ്ടിച്ചതിന് ഒരു ദൈവമുണ്ട്, നിങ്ങളെ സൃഷ്ടിച്ചത് ഒരു ദൈവമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ആ ദൈവത്തിൽ വിശ്വസിക്കുക, നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങളുടെ സൃഷ്ടികർത്താവിനെ നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ജീവിതം കൊണ്ടുള്ള പ്രയോജനം എന്തോ ആണ് അല്ലേ? ഇപ്പോൾ ഇതൊക്കെ നടക്കുമ്പോൾ ഞാനൊന്നും ഈ വേൾഡിൽ ഒരു കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കാണത്തില്ല. നിങ്ങൾക്ക് എല്ലാം അതൊക്കെ അറിവുള്ളതായിരിക്കും. കൺട്രോൾ ഇല്ലാത്ത സിറ്റുവേഷൻസാണ്. ഓരോരുത്തരും ദൈവമേ നോക്കി ആകാശത്തോട് നിലവിളിക്കേണ്ട സിറ്റുവേഷൻസ് വരുമായിരിക്കാം, നമുക്കൊന്നും അറിയത്തില്ല. നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് നമ്മൾ യേശു മാത്രം കർത്താവ് എന്ന് പറയുന്ന ഒരു ദിവസം വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ ദിവസം അടുത്തുകൊണ്ടിരിക്കുന്നു. ആ ദൈവത്തെ അറിയാത്ത നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ദൈവത്തെ അറിയുവാൻ ആഹ്വാനം ചെയ്യുന്നു. സമയം നഷ്ടപ്പെട്ടു പോയിട്ടില്ല, നിങ്ങളുടെ മുന്നിൽ സമയം കിടക്കുന്നു. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. നിങ്ങൾക്ക് ദൈവം അവസരങ്ങളെ മുന്നിൽ കൊണ്ട്, ഞാനിപ്പോൾ ഓൾറെഡി ഒരു 2-3 വീഡിയോ ഇതിനെ ബേസ് ചെയ്ത്, ഈ കോവിഡിനെ ബേസ് ചെയ്തല്ല, കർത്താവിൻ്റെ രണ്ടാം വരവും ദൈവത്തിൻ്റെ വരവ് അടുത്തിരിക്കുന്നു, ദൈവത്തെ അറിയുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ 2-3 വീഡിയോസ് ഓൾറെഡി ഇട്ട് കഴിഞ്ഞാണ്. ഇനി പിന്നെ ഞാൻ ഇടുന്നതിൻ്റെ ഉദ്ദേശം ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ഭാരമുള്ളിൽ തരുന്നു, വീണ്ടും സംസാരിക്കാൻ വേണ്ടിയുള്ള ആ ഭാരത്തിലൂടെ സംസാരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടില്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞിട്ട് തിരിച്ചു പോയവരാണെങ്കിൽ ദൈവം അതിനുള്ളൊരു അവസരം കൊണ്ട് തരികയാണ്. എൻ്റെ മകളെ എന്നിലേക്ക് നീ തിരിച്ചു വരുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങൾ സമയങ്ങളെ വൃഥാവാക്കാതെ കർത്താവിങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ ലോകത്തിൽ എന്തും തന്നെ സംഭവിച്ചോട്ടെ, ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ചേർക്കുക. വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ എന്നുള്ളൊരു ഒരു വലിയൊരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ട്. ഇന്ന് എന്ത് സംഭവിച്ചാലും എല്ലാം നല്ലതിന്. ഇപ്പോൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ട വന്നാലും അത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും എന്നുള്ളൊരു ഭയങ്കര ഒരു വിശ്വാസവും പ്രത്യാശയും ഉണ്ട് നമ്മൾ ദൈവമക്കളെ സംബന്ധിച്ചോളം. പരസ്പരം പ്രാർത്ഥനയിൽ എല്ലാവരെയും ഓർക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.